കൃഷ്ണ, എല്ലാവർക്കും സത്സംഗത്തിലേക്ക് സ്വാഗതം. നമ്മള് കൃഷ്ണാവബോധം അല്ലെങ്കിൽ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ, നമ്മൾ പൊതുവെ ഭക്തിക്ക് ഭക്തിയുത സേവനം എന്നാണ് പറയുന്നത്. കാരണം ഭഗവാന്റെ സേവനങ്ങളിൽ എപ്പോഴും ഒരു സാധകൻ മുഴുകിയിരിക്കണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് മായയുടെ പ്രഭാവം കലിയുഗത്തില് അത്രമാത്രം ശക്തമാണ്. അപ്പം അതുകൊണ്ട് ഏതു സമയത്തും നമ്മൾ ഭഗവാന്റെ സേവനങ്ങളില് വ്യാപൃതരായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഭഗവാന്റെ സ്മരണ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഒരു വ്യക്തിക്ക് അത്ര ഗൗരവമായിട്ട് ഒരു വ്യക്തിക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തുകൂടെ വേണം? ആചാര്യന്മാര്, അല്ലെ, ഗുരുശിഷ്യ പരമ്പര വഴിയുള്ള ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. എങ്ങനെയാണ് ആ ആചാര്യൻ? എങ്ങനെയുള്ള ആളായിരിക്കണം? കൃഷ്ണനെ കുറിച്ച് വ്യക്തമായി അറിവുള്ള വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ കൃഷ്ണഭക്തി അത്രമാത്രമുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ള അവരുടെ നിഗമനങ്ങൾ അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങൾ അല്ലെങ്കിൽ അവര് എന്താണോ എഴുതി വച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കുകയും വേണം. അപ്പം മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, എന്താണ്? ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായം മഹാജനോ യേന ഗതസപന്ത. അതായത് ഈ ഒരു കൃഷ്ണാവബോധത്തിന്റെ അല്ലെങ്കിൽ ഭക്തിയുടെ രഹസ്യം മനസ്സിലാക്കാൻ പറയുന്നെന്താ? ധർമ്മസ്യ തത്വം, ഈ ധർമ്മത്തിന്റെ ധർമ്മത്തിന്റെ തത്വം നിഹിതം ഗുഹായം. അത് രഹസ്യം. ഈ കൃഷ്ണാവബോധത്തിന്റെ രഹസ്യം മനസ്സിലാക്കാൻ എന്താണ്? വളരെ പ്രയാസമാണ്. എന്നാൽ മഹാജാനോ യേന ഗതസപന്ത. എന്നാൽ മുൻ ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം മുന്നേറുകയും ആ ഗുരുശിഷ്യ പരമ്പരയിൽ കൂടിയുള്ള നമ്മുടെ മുൻഗാമികളുടെ കാൽപ്പാടുകൾ പിന്തുടരുകയും ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും വിജയം ലഭിക്കും. മറ്റുള്ളവർക്കോ അങ്ങനെ സംഭവിക്കുകയില്ല. അതിനെന്ത് വേണം? ആ വ്യക്തിയെ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു ദിവസം നമ്മൾ അമ്പലത്തിൽ പോയിട്ടോ, അല്ലേ, കണ്ടമാനം ക്യൂ നിന്ന് ഭഗവാനെ കണ്ടിട്ടോ ഒരിക്കലും നമുക്ക് മനസ്സിലാവുകയില്ല. അങ്ങനെ നമുക്ക് മോക്ഷം കിട്ടുകയില്ല. എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ആ വ്യക്തിയെ നമ്മൾ അറിയണം. ആ വ്യക്തി ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. കൃഷ്ണനെ ശരിക്കും നമ്മൾ പഠിക്കണം. ഇല്ല എങ്കിൽ ആ ഗോലോകത്തിലേക്ക് പോകാൻ എന്നുള്ള നമ്മുടെ മോഹം, ആഗ്രഹം എന്താണ്? സഫലമാവുകയില്ല. അതിനു വേണ്ടിയിട്ടാണ് ശാസ്ത്രം, ഗുരുശിഷ്യ പരമ്പര, ആചാര്യന്മാർ വന്നിരിക്കുന്നത്, അല്ലേ? ഇല്ല എങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഭഗവത്ഗീതയുടെ, ഭാഗവതത്തിന്റെയോ അല്ലെങ്കിൽ വേദങ്ങളുടെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ദിവസവും രാവിലെയും വൈകുന്നേരവും അമ്പലത്തിലും പോയി വീട്ടുകാര്യവും നോക്കി ആ ഭക്തനാണ് ഭക്തയാണ് എന്ന് നടിച്ചുകൊണ്ട് നടക്കുകയാണ് എങ്കിൽ ആ ഭഗവാനെ കിട്ടുമെങ്കിൽ ഈ ഗ്രന്ഥങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അപ്പം ആ ഗ്രന്ഥങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ആചാര്യന്മാർ, ഗുരുക്കന്മാരുടെ ആവശ്യം എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ ശരിക്കും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ മനസ്സ് എങ്കിൽ മാത്രമേ അതില് ഉറയ്ക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ ചാഞ്ചാടി കളിക്കും. അപ്പം ശ്രീല നരോത്തമദാസ് ഠാക്കൂർ പറയുന്നുണ്ട്, എന്താണ്? ആത്മീയ ഗുരുവിനെയും ആചാര്യന്മാരെയും സേവിക്കാത്ത ഒരാൾക്ക് മോചനം ലഭിക്കുകയില്ല, മോക്ഷം ലഭിക്കുകയില്ല. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ശ്ലോകം ഞാൻ വായിക്കുന്നില്ലെങ്കിലും ഇതാണ് പറയുന്നത്: ഈശയ ഗോസാനി യാമ്ര
മുയിനാത്രദാസ താം സപാര പദരേണുമോര പഞ്ചഗ്രാസ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈച്ചയ ഗോസാണി യാമ്ര മുയിനാത്രദാസ, 6 ഗോസ്വാമികളുടെ കാൽപ്പാടുകൾ പിന്തുടരുന്ന ഒരാളെ ആര് ഭഗവാൻ സ്വീകരിക്കുന്നു. അത്തരം ഒരു വ്യക്തിയുടെ അല്ലെ കാൽപ്പാടുകളിൽ പറ്റിയിരിക്കുന്ന പൊടി എന്ത് ഭക്ഷണമാണ് എന്നാണ് നരോത്തമദാസ് ഠാക്കൂർ പറയുന്നത്. എന്റെ ഭക്ഷണമാണ്, ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്. അപ്പം ഈ 6 ഗോസ്വാമിമാര്, അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ 6 ഗോസ്വാമിമാരുടെ കാര്യം നമ്മൾ എവിടെയും പറയുന്നത്. അദ്ദേഹം തന്നെ വീണ്ടും പറയുന്നുണ്ട്, എന്താണ് രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം അല്ലെ, അതിനെ യുഗല പരിധി എന്ന് വിളിക്കുന്നു. ഇത് ലൗകികമായിട്ടുള്ള ഭൗതികപരമായിട്ട് എന്താണ് പ്രവചനങ്ങളും പ്രഭാഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതർക്കോ അല്ലെങ്കിൽ കലാകാരന്മാർക്കോ കവികൾക്കോ എന്താണ് ആ രാധയും കൃഷ്ണനും തമ്മിലുള്ള യഥാർത്ഥമായിട്ടുള്ള സ്നേഹം മനസ്സിലാവുകയില്ല. ആർക്കാണത് മനസ്സിലാവുന്നത്? ആ ശ്ലോകം പറഞ്ഞാൽ മതി. രൂപ രഘുനാഥ പാദേഹ ഇബേ ആകുതി കബേ ഹമ ഭുജിബ സേ യുഗല പരിധി. ഇതാർക്കാണ് മനസ്സിലാകുന്നത്? ഈ 6 ഗോസ്വാമിമാരുടെ കാൽപ്പാടുകൾ കർശനമായിട്ട് പിന്തുടരുന്ന ഭക്തർക്ക് മാത്രമേ എന്ത് ഈ രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം മനസ്സിലാവുകയുള്ളൂ. അവർക്കേ ആ ബന്ധം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ തന്നെ കവികളും അല്ലെ കലാകാരന്മാരെയും നമ്മൾ എന്താണ് അവർ ചെയ്യുന്നത്? അവർക്ക് ആകെ അറിയാവുന്നത് രാധയും കൃഷ്ണന്റെ പ്രണയബന്ധങ്ങൾ മാത്രമാണ് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും അവര്? അത് വെച്ചിട്ട് കഥകളും കവിതകളും ഒക്കെ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കും. എന്തോ നിർഭാഗ്യവശാല് ആ രാധയും കൃഷ്ണന്റെയും ആ അതീന്ദ്രിയമായിട്ടുള്ള ബന്ധം ഒരു ശകലം, ഒരു പൊടി പോലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പം അവരെന്താണ് ചെയ്യുന്നത്? അവർക്കൊന്നും മനസ്സിലാക്കാത്ത കാര്യത്തെക്കുറിച്ചാണ് എന്ത് അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഗോസ്വാമിമാരുടെ പാതയാണ് എന്ത് നമ്മൾ പിന്തുടരേണ്ടത്. ഈ ഗോസ്വാമിമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, ഈ 6 ഗോസ്വാമിമാരാരാ? ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യന്മാരാണ് ഈ 6 ഗോസ്വാമിമാര്, ഷഡ്ഗോസ്വാമിമാര്. ഇവരാണ് വൃന്ദാവനത്തിലെ ഗോസ്വാമിമാരെന്നറിയപ്പെടുന്നത്. വൃന്ദാവനം, ഈ കാണുന്ന വൃന്ദാവനം ഇപ്പോൾ നമുക്ക് എന്താണ് പുനരുദ്ധരിച്ച് തന്നിരിക്കുന്നത് അവരാണ്. ആരുടെ നിർദ്ദേശപ്രകാരം? ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം. എന്തുകൊണ്ടാണ് അവർക്കത് പുനരുദ്ധരിക്കാൻ സാധിച്ചത്? ഒന്ന്, ചൈതന്യ മഹാപ്രഭു ഭഗവാന്റെ അവതാരമാണ്. പിന്നെയോ ഈ 6 ഗോസ്വാമിമാരും ദ്വാപര യുഗത്തില് ഭഗവാൻ വന്ന സമയത്ത് ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികളാണ് ആര്? ഈ 6 ഗോസ്വാമിമാരും. അതുകൊണ്ടാണ് എന്ത് ആ വൃന്ദാവനം അവർക്ക് നമുക്ക് തരാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പം അവരുടെ കാൽപ്പാടുകളാണ് നമ്മൾ എന്ത് പിന്തുടരേണ്ടത് കൃഷ്ണഭക്തിക്ക് അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടിയിട്ട്. ഒരു 6 പേര് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? സനാതന ഗോസ്വാമി, രൂപ ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, രഘുനാഥ ദാസ ഗോസ്വാമി, ശ്രീ ജീവ ഗോസ്വാമി, ശ്രീ ഗോപാല ഭട്ട ഗോസ്വാമി. ഇതില് രൂപ ഗോസ്വാമിയും ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പിന്തുടരുന്ന ആരെയാണ്? രൂപ ഗോസ്വാമി. ഈ ഗൗഡീയ വൈഷ്ണവ സിദ്ധാന്തം തന്നെ നിലനിൽക്കുന്നത് ഈ രൂപ ഗോസ്വാമിയുടെ എന്താണ് ഗ്രന്ഥങ്ങളുടെ ബലത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പം അദ്ദേഹം അനേകം ഗ്രന്ഥങ്ങള് നമുക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം അദ്ദേഹമാണ് എന്ത് ഈ എല്ലാ ഗോസ്വാമിമാരെയും ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? രൂപ ഗോസ്വാമിയാണ്. അപ്പം നമ്മുടെ ഈ പരമ്പര എന്ന് പറയുന്നത് അത്രമാത്രം വിശിഷ്ടമാണ്. അതിന് വന്നിരിക്കുന്ന ഒരു വഴി തന്നെ
വലിയ എന്താണ് പറയുക, നമുക്ക് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം ഒരു അടിസ്ഥാനം എന്തിനുണ്ട്, ഈ ഒരു കൃഷ്ണാവബോധ സംഘടനയ്ക്കുണ്ട്. അപ്പം അവരെന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത് അത് നമ്മൾ പിന്തുടരുകയാണ് ചെയ്യുന്നത്. രൂപഗോസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ചൈതന്യ മഹാപ്രഭുവിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ആര്? രൂപഗോസ്വാമി. അപ്പം അദ്ദേഹത്തെ അലഹബാദിലെ പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് ആര്? ചൈതന്യ മഹാപ്രഭു കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവിടെ വെച്ച് 10 ദിവസം ക്ലാസ് എടുക്കും. എല്ലാവർക്കും ക്ലാസ് എടുത്തു കൊടുക്കുമെങ്കിലും രൂപഗോസ്വാമിക്ക് പ്രത്യേകമായിട്ട് ക്ലാസ് എടുത്തിട്ട് ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവും ആര് പകർന്നു നൽകും? ചൈതന്യ മഹാപ്രഭു പറഞ്ഞു നൽകും. എന്തുകൊണ്ടാണ്? ചൈതന്യ മഹാപ്രഭു ഭഗവാനാണ്. അതിലുപരി എന്തുകൊണ്ടാണ് രൂപഗോസ്വാമി എന്ന് പറയുന്നത്? രൂപഗോസ്വാമി എന്ന് പറയുന്നത് രൂപമഞ്ജരി, അതായത് ദ്വാപര യുഗത്തില് ഭഗവാൻ വന്ന സമയത്ത് ഭഗവാന്റെ പശുക്കളെ മേയ്ക്കുന്നതിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരു ഗോപികയുടെ പേരാണ് എന്ത്? ഈ രൂപമഞ്ജരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്രമാത്രം അറിവുണ്ട്. ആചാര്യന്മാരാണ് അവർ, ഓൾറെഡി ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ടാണ് ആ വൃന്ദാവനത്തിൽ വന്നിട്ട് അവര് ആ ക്ഷേത്രങ്ങൾ 6 ഗോസ്വാമിമാരും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. നമ്മളിപ്പോ പോയി കഴിഞ്ഞാലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ആ രൂപഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ 6 ഗോസ്വാമിമാരും വൃന്ദാവനത്തിൽ വരികയും ഈ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു. അതിലെ രൂപഗോസ്വാമിയാണ് തേർക്കടമ്പ എന്ന സ്ഥലത്ത് ആയിരുന്നു അദ്ദേഹം വസിച്ചിരുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ആ തേർക്കടമ്പ എന്ന് പറയുന്ന സ്ഥലത്തൊരു വൃക്ഷമുണ്ട്, തേർക്കടമ്പ. അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം. അപ്പം അവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം ഭഗവാനെ കുറിച്ചുള്ള എല്ലാ ഗ്രന്ഥങ്ങളും രചിക്കുന്നത്. അദ്ദേഹം ഇരുന്ന സ്ഥലത്തിനും ഒരു പ്രത്യേകതയുണ്ട്. കാരണം ദ്വാപരയുഗത്തില് ഭഗവാൻ കാലികളെ, അല്ലെ, ഗോക്കളെ മേയ്ക്കാൻ വിട്ടിട്ട് വിശ്രമിക്കുന്ന സ്ഥലമായിരുന്നു അവിടം. വൈകുന്നേരം ഓടക്കുഴലിന്റെ നാദം കേട്ടിട്ട് എല്ലാ പശുക്കളും ഗോക്കളും തിരിച്ച് അവിടെയാണ് എത്തിച്ചേർന്നിരുന്നത്. കാരണം ഓടക്കുഴലില് അദ്ദേഹം വേണുനാദം മീട്ടുന്ന സമയത്ത് ഓരോ ഗോക്കളുടെയും ചെവിയിൽ എന്താണ്? ആ ആ പശുവിന്റെ പേരാണ് ചെല്ലുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് വേണ്ടത്? ഒരു മോക്ഷപ്രാപ്തി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഉറപ്പായിട്ടും എന്ത് വേണം? ഗോസ്വാമിമാരുടെ കാൽപ്പാടുകൾ പിന്തുടരണം. കാരണം അവരാണ് ആ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. വ്യാസദേവനിലൂടെ വരുന്ന ഗുരുശിഷ്യ പരമ്പരയില് പിന്നീട് എന്താണ്? ചൈതന്യ മഹാപ്രഭു ഭഗവാൻ തന്നെ വരുന്നു. ആ ഭഗവാന്റെ ശിഷ്യരായിട്ട് എന്താണ്? ഈ ഗോസ്വാമിമാര് വരുന്നു. അതിൽ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ആര്? രൂപഗോസ്വാമി. കൃഷ്ണാവബോധത്തില് അല്ലെങ്കിൽ ഈ ഇസ്കോൺ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തില് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന രൂപഗോസ്വാമികളെ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ ട്രാൻസ്ലേഷൻ മാത്രമാണ് കൂടുതലും പ്രഭുപാദ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 6 പേരെ കുറിച്ചും വരും ക്ലാസ്സുകളിൽ നമുക്ക് പറയാം. എങ്കിലും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് രൂപഗോസ്വാമിയെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഈ ഗോസ്വാമി അഷ്ടകമുണ്ട്. അപ്പം ഈ ഗോസ്വാമി അഷ്ടകം ദിവസവും വായിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പാരായണം ചെയ്യുന്ന വ്യക്തി എന്താണ്? അത്രമാത്രം ശാസ്ത്രത്തില് കേൾക്കാനും അല്ലെങ്കിൽ സംസാരിക്കാനും അത്രമാത്രം ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയായി തീരുമെന്നാണ് പറയുന്നത്. പ്രഭുപാദില് എല്ലാ ദിവസവും നാമജപം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ എന്താണ്? ഗോസ്വാമി അഷ്ടകം ആലപിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ പറയാറുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം
ഈ നാമജപം പോലും തുടങ്ങിയിരുന്നത്. അപ്പം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. പലരും പറയാറുണ്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനം അല്ലേ, അല്ലെങ്കിൽ അവർ ചുമ്മാതെ ഹരേ കൃഷ്ണയും ജപിച്ചുകൊണ്ട് നടക്കുന്നു, യാതൊരു പ്രയോജനമില്ല, ആൾക്കാരെ മതം മാറ്റുന്നത് പോലെ അതിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാല് എന്ത്, നാല് യമനിയമം പാലിക്കണം, സ്വാതന്ത്ര്യം കിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. പക്ഷേ എന്താണ്, അത് ശാസ്ത്രമാണ്. നമ്മളെ ഇവിടെ വിട്ട് വിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് പഠിച്ച് വിജയിച്ച് തിരിച്ചു ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ ശരീരത്തിന് വേണ്ടിയിട്ട് ഇവിടെ കണ്ണി കാണുന്ന എല്ലാം കൂടെ വലിച്ചു വാരി കഴിച്ച് അല്ലേ, ഉള്ള അസുഖവും പിടിച്ച് ഭൗതിക സുഖങ്ങളിൽ പെട്ടിട്ട് ഉള്ള കർമ്മങ്ങൾ മൊത്തവും വാരിക്കൂട്ടി നരകലോകത്തിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭഗവാൻ വന്നു ചൈതന്യ മഹാപ്രഭുവായിട്ട്, പിന്നെ മഞ്ചരിമാരായിട്ട് ഇവരെല്ലാം ഗോസ്വാമിമാര് വന്നു, അതിനുശേഷം ആചാര്യനായിട്ടുള്ള പ്രഭുപാദര് വന്നു. ഇവരെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഈ ഭൗതികതയിൽ വീണ്ടും വീണ്ടും മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ, അമ്മ, മക്കള്, ഭർത്താവ്, കാമുകി, കാമുകൻ അല്ലേ, ഇറച്ചി, മീന്, മുട്ട. ചിലർ പറയുന്ന കേൾക്കാം, ഇറച്ചി കഴിച്ചില്ലെങ്കിൽ ആ അസുഖം മാറില്ല, ആ മീൻ കഴിച്ചാലേ ആ അസുഖം മാറൂ, അല്ലെങ്കിൽ വേറെ എന്ത് മുട്ട കഴിച്ചാലേ ആരോഗ്യത്തോടു കൂടിയിരിക്കൂ. ആരുടെ ആരോഗ്യം? എന്തിന്റെ ആരോഗ്യം? ആരുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ? ശാശ്വതമല്ലാത്ത ഈ ശരീരത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ എന്തു പ്രയോജനം? ഇതൊരു ദിവസം എന്തായാലും പോവും. പക്ഷേ ഈ അസുഖം താൽക്കാലികമായിട്ട് ആ അസുഖം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നതൊക്കെ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും കർമ്മങ്ങൾ മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കണ്ണി കാണുന്ന ഇറച്ചിയും മീനും അല്ലെങ്കിൽ നാല് യമനിയമങ്ങളും ഒക്കെ നമ്മൾ എന്താണ് പറയുക, ഉപേക്ഷിക്കാം. ഉപേക്ഷിച്ചതിന് ശേഷം ജീവിച്ചാൽ ഈ ശരീരം എന്നും നിലനിൽക്കുമെന്ന് ഉറപ്പുണ്ട് എങ്കിലൊക്കെ. ഇത് താൽക്കാലികമായിട്ടുള്ളൊരു ശരീരമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇനിയും കോടാനുകോടി ജന്മങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കണ്ണി കാണേണ്ട കാര്യങ്ങൾ മൊത്തവും വലിച്ചുവാരി കഴിക്കുന്നതും തെറ്റായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നതും. ഏതെങ്കിലും ഡോക്ടർക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഡോക്ടർ നിർദ്ദേശിക്കുകയാണ് നിങ്ങൾ ഈ മാംസം കഴിക്കണം, അല്ലെങ്കിൽ മീൻ കഴിക്കണം, മുട്ട കഴിക്കണം, എങ്കിൽ അസുഖം മാറും. ഓക്കെ, ആ ഡോക്ടർക്ക് പറയാൻ പറ്റുമോ അത് കഴിച്ചോളാം ജീവിതകാലം, ഞങ്ങൾ മരിക്കാതിരിക്കുമോ എന്ന്? അപ്പൊ മരണമില്ലാത്തത് എന്തിനാണ്? ആത്മാവിന്. അപ്പൊ അതിനെന്താണോ ആവശ്യം അതാണ് ചെയ്യേണ്ടത്. അതിന്റെ ആവശ്യം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? MBBS പഠിച്ച് ഡോക്ടർക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അല്ലെ ഒരു എഞ്ചിനീയർക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഇല്ല. ശരിയായ ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് വന്ന ആചാര്യന്മാർക്ക് മാത്രമേ എന്ത്, ആ ആത്മാവിന് എന്ത് വേണമെന്ന് അല്ലെങ്കിൽ എന്ത് വേണ്ട എന്ന് പറഞ്ഞു തരാൻ പറ്റൂ. കാരണം ആത്മാവ് എന്താണ്, ആർക്കും കാണാൻ കഴിയേയില്ല. അതെന്താണ് ആവശ്യമെന്ന് ഭൗതിക ലോകത്തിലുള്ള ആർക്കും അറിയില്ല. അതറിയുന്നവരാരാണ്? ആചാര്യന്മാര്. അവർക്ക് തെറ്റുപറ്റുകയില്ല. പക്ഷെ നമുക്ക് തെറ്റുപറ്റും. പക്ഷെ അതാരും ആ നിർദ്ദേശങ്ങൾ പാലിക്കാനോ അത് ഉൾക്കൊള്ളാനോ ആരും തന്നെ എന്താണ് ആഗ്രഹിക്കുന്നില്ല. അത് പാലിച്ച് മുന്നോട്ട് പോകുന്നവരെ കൂടി പിടിച്ചു താഴെയിടാൻ വേണ്ടിയിട്ട് നോക്കും ആൾക്കാർ. അപ്പം പറഞ്ഞു വന്നത് ഇതിനെ കുറിച്ചായിരുന്നു, ഗോസ്വാമി അഷ്ടകത്തെ കുറിച്ച്. നമ്മൾ ഇതെല്ലാം ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. കാരണം ഈ രൂപ ഗോസ്വാമിയുടെയൊക്കെ രചനകൾ നമ്മൾ വായിക്കണം. ഇതൊക്കെ ഗോസ്വാമിമാരെ എന്താണ്, ഗോസ്വാമിമാരെ ദിവസവും രാവിലെ എണ്ണീറ്റിട്ട് ഈ ഗോസ്വാമി അഷ്ടമെങ്കിലും
സമയം കിട്ടുന്ന സമയത്തെങ്കിലും നമ്മളൊന്ന് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിനകത്ത് പറയുന്നതാണ്, നാനാശാസ്ത്ര വിചാര നൈക നിപുണൗ സദ്ധർമ്മ സംസ്ഥാപകൗ ലോകാനാം ഹിതകാരിണൗ ത്രിഭുവനേ മന്യൗ ശരണ്യാകരൗ രാധാകൃഷ്ണപദാരവിന്ദ ഭജനാനന്ദേന മത്താലികൗ വന്ദേ രൂപ സനാതനൗ രഘുയുഗൗ ശ്രീജീവഗോപാലകൗ നാനാശാസ്ത്ര വിചാര നൈക നിപുണോ. നാനാശാസ്ത്രങ്ങൾ വിചാരം ചെയ്യുന്നവരാണ് ആര്? ഗോസ്വാമിമാര്. എപ്പോഴും ശാസ്ത്രങ്ങളെ കുറിച്ച് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. സദ്ധർമ്മ സംസ്ഥാപകവും. എന്തിനു വേണ്ടിയിട്ടാണ്? സദ്ധർമ്മം, ശരിയായിട്ടുള്ള ധർമ്മം, സംസ്ഥാപകവും പ്രചാരം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? നാനാ ശാസ്ത്ര വിചാര നൈക നിപുണവും. എപ്പോഴും ശാസ്ത്രങ്ങള് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്തിനു വേണ്ടിയിട്ട്? സദ്ധർമ്മ സംസ്ഥാപകവും, ശരിയായിട്ടുള്ള ധർമ്മം പ്രചാരം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടി? ലോകാനാം ഹിതകാരിണവും. എന്തിന്? ലോക ജനതയുടെ ഹിതത്തിന് വേണ്ടിയിട്ട്, മനുഷ്യരാശിയുടെ ഹിതത്തിന് വേണ്ടിയിട്ട്. എന്ത് വേണം? ലോക ജനതയുടെ ഹിതത്തിന് വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഹിതം ഉണ്ടാവുന്നത്? ലോക ജനത്തിന് ഹിതമുണ്ടാവുന്നത് എപ്പോഴാണ്? എപ്പോഴും അഹിതം സംഭവിച്ചുകൊണ്ടാണ്ടിരിക്കുന്നത്. അവർക്ക് എപ്പോഴാണ് ഹിതമുണ്ടാകുന്നത്? ഹിതമുണ്ടാവണമെങ്കിൽ കൃഷ്ണനുമായിട്ട് ബന്ധം വേണം. അപ്പം അവരെ കൃഷ്ണനുമായിട്ട് ബന്ധിപ്പിച്ചാലേ ഈ മനുഷ്യരാശിക്ക് എന്തുണ്ടാവൂ? ഹിതമുണ്ടായി മാറൂ. ത്രിഭുവനെ മന്യൗ ശരണ്യാകരവും. അതുകൊണ്ട് ഈ മൂന്ന് ലോകങ്ങളിലും, അല്ലേ, ഈ മൂന്ന് ലോകങ്ങളിലും എന്താണ്? ഗോസ്വാമിമാർ അറിയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ട് ഈ ത്രിലോകങ്ങളിലും ഗോസ്വാമിമാർക്ക് പ്രശസ്തി ഉണ്ടായി. എന്തുകൊണ്ടാത്? ഈ രാധാകൃഷ്ണ പദാരവിന്ദ ഭജനാനന്ദേന മത്താലിക്കോ. അല്ലെ, രാധാകൃഷ്ണ പദാരവിന്ദ ഭജനാനന്ദേന. ഗോപികമാരുടെ മാനസികാവസ്ഥയില്, അല്ലെ, ഗോപികമാരെ പോലെ എന്താണ് ആ രാധയും കൃഷ്ണനെയും കുറിച്ചുള്ള, അല്ലെ, ആ ഗോപികമാരുടെ മാനസികാവസ്ഥയിലായിരുന്നാലും പിന്നെയോ രാധയുടെയും കൃഷ്ണന്റെയും ആ അതീന്ദ്രിയമായിട്ടുള്ള സ്നേഹത്തില് ഏർപ്പെട്ടിരിക്കുന്നതിനാലും എന്ത്, നമ്മൾ അവർക്ക് അവരുടെ പാതാരവിന്ദത്തില് അഭയം പ്രാപിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് മഹാപ്രഭു പോലും പറയുന്നത് എന്ത്? ഗോപീർ പത്ര കമലദാസയോർ ദാസ 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 അനുദാസ. ഗോപികമാരുടെ ദാസന്റെ, അതായത് ഗോപികമാരുടെ ദാസൻ ഗോസ്വാമിമാര്, അവരുടെ ദാസന്റെ ദാസന്റെ ദാസനായിട്ടെങ്കിലും ഇരിക്കാൻ സാധിക്കണമേ എന്ന്. അപ്പം നമ്മൾ അഭയം പ്രാപിക്കേണ്ടത് ആരെയാണ്? കൃഷ്ണനെ കുറിച്ച് അറിയണമെങ്കിലും മോക്ഷം കിട്ടണമെങ്കിലും ഈ ഗോസ്വാമിമാരെയാണ് നമ്മൾ അഭയം പ്രാപിക്കേണ്ടത്. അല്ലെങ്കിൽ അവരിൽ വരുന്ന ആ പരമ്പരയിൽ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ അഭയം പ്രാപിക്കേണ്ടത്. മറ്റൊന്നിന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയില്ല കൃഷ്ണനല്ലാതെ. അതും ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. മുമ്പേ പറഞ്ഞതുപോലെ ഭൗതിക ലോകത്തിൽ നിങ്ങൾ എവിടെയും പോകുന്നുണ്ട്, ആൾക്കാർ പല ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുന്നുണ്ട്, പല കർമ്മങ്ങളും ക്രിയകളും ഒക്കെ ചെയ്യുന്നുണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുമൊക്കെ. പക്ഷെ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഓർക്കണം, എന്ത്, ഇത് ശാശ്വതമാണോ? എന്നും ഈ ആത്മാവ് ഈ ശരീരത്തിൽ നിലനിൽക്കുമോ?
ഇല്ല എങ്കിൽ ഇപ്പോഴുണ്ടാവുന്ന സമ്പത്ത് എന്നും നിലനിൽക്കുമോ? ഇതൊന്നും നിലനിൽക്കില്ല. നിലനിൽക്കുന്നത് കൃഷ്ണസ്നേഹം മാത്രം, കൃഷ്ണപ്രേമം മാത്രം, കൃഷ്ണനുമായിട്ടുള്ള ബന്ധം മാത്രം. എന്താണോ കൃഷ്ണനെ കുറിച്ച് കേട്ടിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്, അത് മാത്രമേ നിലനിൽക്കൂ. ബാക്കി നിലനിൽക്കും എങ്ങനെ? പാപകർമ്മങ്ങളായിട്ട് നിലനിൽക്കും. കർമ്മങ്ങളായിട്ട് നിലനിൽക്കും. അത് നമ്മളെ എവിടെ കൊണ്ടുപോകും? അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകും. നരകലോകങ്ങളിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം അടുത്ത ഒരു ജന്മത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? നമ്മളെ വീണ്ടും ഒരു ജന്മത്തിലേക്ക് എത്തിക്കുന്നില്ല. വീണ്ടും നരകലോകങ്ങളിൽ നമ്മളെ എത്തിക്കുന്നില്ല. ഈവൻ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ പോലും എവിടെയാണ്? ബ്രഹ്മലോകം വരെ പോയാലും തിരിച്ച് നമ്മൾ താഴെ വരേണ്ടി വരും. സ്വർഗത്തിൽ പോയാലും തിരിച്ച് താഴെ വരേണ്ടി വരും. അതുകൊണ്ട് ദാനധർമ്മിഷ്ഠരാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എങ്ങനെ വേണം? കൃഷ്ണാനുഭവത്തിൽ ഇരുന്നു കൊണ്ട് വേണം ദാനധർമ്മിഷ്ഠം ചെയ്യാൻ വേണ്ടിയിട്ട്. കൃഷ്ണനെ അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ശാസ്ത്രങ്ങൾ അറിഞ്ഞിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇല്ല എങ്കിൽ ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണ് പറയുമ്പോഴും. പക്ഷെയോ, അല്ലെങ്കിൽ നരകലോകങ്ങളിലേക്ക് നമ്മളെ എടുത്തു മാറ്റപ്പെടും. സിമ്പിളായിട്ട് എപ്പോഴും വരുന്നത് ചിന്തിച്ചാൽ മതി ഒരു കാര്യം. ഇത്രയും കോടാനുകോടി കണക്കിന് പൈസയാണ് മരുന്നിനും ആശുപത്രിയിലും വേണ്ടി ചെലവാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട് വേണം? ആർക്ക്? ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമാണ്. കൃഷ്ണനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ള വ്യക്തിക്ക് അത് ആവശ്യമാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ രക്ഷപ്പെടുത്തണം. എങ്ങനെ? അവരെ, ഒരാള് ഹോസ്പിറ്റലായി എന്ന് വെച്ചിട്ട് നമ്മൾ അത് ഭക്തനല്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കരുത്. അദ്ദേഹത്തെ ഭക്തി മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അസുഖം മാറ്റി നമ്മൾ കൈപിടിച്ചുയർത്തണം. എന്നിട്ട് ഭക്തിയിലേക്ക് കൊണ്ടുവരണം. കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇല്ലാതെ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്നതെല്ലാം എന്ത്? പ്രയോജനമില്ലാത്ത കാര്യമാണ്. ആലോചിക്കുക, കോടിക്കണക്കിന് ഏറ്റവും വലിയ ബിസിനസ്സാണ് മെഡിക്കൽ ബിസിനസ് എന്ന് പറയുന്നത്. മരുന്ന് ബിസിനസ്, ആശുപത്രി ബിസിനസ്. എന്ത് കാര്യം? ഭക്തനല്ല എങ്കിൽ എന്ത് കാര്യം? ആ ശരീരം വർഷങ്ങളോളം നിലനിൽക്കുവോ? ഇല്ല. മരണമില്ലാതിരിക്കുവോ? ഇല്ല. ഈ ശരീരം ജീർണിക്കും. ഈ ശരീരം ജീർണിക്കുന്ന അവസ്ഥയിൽ ഇത് പോകും. അപ്പം ആ ഉള്ള സമയം എന്തിനു വേണ്ടിയിട്ട് ചെലവാക്കണം? ഈ ഗോസ്വാമിമാരുടെ കാൽപ്പാടുകൾ പിന്തുടരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിന് ഏറ്റവും പറ്റിയ മാർഗമാണെന്ത്? ഈ ഇസ്കോൺ എന്ന, അല്ലെങ്കിൽ അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സമിതി എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം. ചില സമയങ്ങളിൽ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ഇസ്കോണി വരുന്നതിനെക്കാട്ടി പുറത്തു പോകുന്നവരാണ് കൂടുതലെന്ന്. എന്തുകൊണ്ടാണ്? കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവര് ശ്രമിക്കുന്നില്ല. ക്ലാസ്സുകളുടെ ഉദ്ദേശം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവര് വേറെ പലതുമായിരിക്കും അതിനകത്ത് വന്ന് നോക്കുന്നത്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, എല്ലാ രീതിയിലും ഉണ്ടാകും. ഭക്തർ തമ്മിലുണ്ടാകും, പ്രസ്ഥാനങ്ങളിലുണ്ടാകും, പലയിടത്തും ഉണ്ടാകും. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യരുത്. കാരണം നമുക്ക് കിട്ടാനുള്ളത് എന്താണ്? ഇതൊക്കെ തടസ്സങ്ങള് തരണം ചെയ്ത് മുന്നോട്ട് പോയാലേ നമുക്ക് കിട്ടാനുള്ള സംഗതി, ആ വ്യക്തിയെ നമുക്ക് കിട്ടൂ, കൃഷ്ണനെ കിട്ടൂ. അപ്പം ഈ എന്താണ് പറയുന്നത്? ഗോസ്വാമിമാർക്കാണ് ഭഗവാനെ കുറിച്ച് ശരിക്കും അറിയാവുന്നത്. കാരണം എന്താണ്? ഇവര് മഞ്ചരികളായിരുന്നു. ദ്വാപര യുഗത്തില് ഭഗവാൻ വന്ന സമയത്ത് ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത്. അവര് വന്നിരിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ഒരു ഗുരു, അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക എന്താണ് പ്രവചനം ചെയ്യുന്നയാള്, പ്രഭാഷണം ചെയ്യുന്ന വ്യക്തി, ഗുരു എന്തിനു വേണ്ടിയിട്ടായിരിക്കണം വരേണ്ടത്? ലോക ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം വരേണ്ടത്. ഏത് രീതിയില്? ശാസ്ത്രങ്ങൾ വിചാരം ചെയ്തിരിക്കണം. അല്ലേ? ശാസ്ത്രം എന്ന് പറയുന്നത്
ഇപ്പോൾ കാണുന്ന ഹിസ്റ്ററിയും കാര്യങ്ങളുമല്ല. എന്താണ്? പുരാണങ്ങള്, വേദങ്ങള്, ഭാഗവതം, ഇതുപോലുള്ള ശാസ്ത്രങ്ങള്. അത് പഠിച്ചിട്ട് ആ ധർമ്മം പ്രചാരം യാതൊരു കലർപ്പുമില്ലാതെ ശരിയായിട്ട് പ്രചാരം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം അവര് ശ്രമിക്കേണ്ടത്. രാധയുടെയും കൃഷ്ണന്റെയും ആ അതീന്ദ്രിയമായ സേവനത്തില് എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം. അതാണ് ഒരു വൈഷ്ണവന്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഗോസ്വാമിമാരെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞു പോകും. അവരുടെ ജനനം അല്ലെങ്കിൽ അവർ വന്ന വഴി ഒക്കെ പറയേണ്ടി വരും. അപ്പം രൂപഗോസ്വാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? കർണാടകത്തിലാണ്. അദ്ദേഹം രൂപഗോസ്വാമി, ജീവഗോസ്വാമി, ഇവര് രണ്ടും എന്താണ്? ചേട്ടനും അനിയനുമാണ്. ഇവര് എവിടെയായിരുന്നു? മുഗൾ ചക്രവർത്തിമാര് ഭരിച്ചിരുന്ന സമയത്ത് കൽക്കട്ടയിൽ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ബംഗാളില് ആ അവരുടെ മന്ത്രിസഭയിൽ ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരുന്ന രണ്ട് വ്യക്തികളാണ് അവർ. അവരോട് പിന്നീട് ഈ മഹാപ്രഭുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അവരവിടുന്ന് പുറത്തു ചാടുകയാണ്. അങ്ങനെ ജയിൽവാസമൊക്കെ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ ഓടിയിട്ടാണ് ആര്? രൂപഗോസ്വാമി അലഹബാദിൽ വന്നിട്ട് ഭഗവാനെ കാണുന്നതും അങ്ങനെ അതിനകത്ത് ജോയിൻ ചെയ്യുന്നതുമൊക്കെ. എൻ്റെ അറിവില് രൂപഗോസ്വാമിയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ നേരിട്ടുള്ള ശിഷ്യൻ. അപ്പം ഈ രൂപഗോസ്വാമി വഴിയുള്ളതിലും എന്താണ് ഒരുപാട് പരമ്പരകൾ മാറി മാറി പോയിട്ടുണ്ട് ഈ സ്കൂൾ പോലെ തന്നെ. മറ്റു ഗോസ്വാമിമാരുടെയും പല രീതിയിലുണ്ട്. പലതും വ്യത്യസ്തമാണെങ്കിൽ പോലും എന്താണ് ഇവരെല്ലാം ചെയ്യുന്നത് ഒരേ ഒരു പരിപാടിയാണ്. ഈ രാധാകൃഷ്ണ പ്രേമം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം അഡ്വാൻസ്ഡ് ഉണ്ട്. കാരണം എല്ലാ രീതിയിലുള്ള ഗ്രന്ഥങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഇത് കറക്റ്റായിട്ട് ഏത് രീതിയിൽ പോകണമെന്നൊക്കെ പ്രഭു അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രമാത്രം ശുദ്ധിയോട് കൂടിയിട്ടാണ് ഈ സാധകർ മുന്നോട്ട് പോകുന്നത്. എന്തെടുത്തു കഴിഞ്ഞാലും വൃത്തിയുടെ കാര്യത്തിലായാലും ജപത്തിന്റെ കാര്യത്തിലായാലും സാധനയുടെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും ആ വൈഷ്ണവര് അല്ലെങ്കിൽ ഇസ്കോണിലുള്ള വൈഷ്ണവര് ശരിയായിട്ടുള്ള ആൾക്കാരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ആർക്കും. അത്രമാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് അവര് അവരുടെ ഭക്തി ആചരിച്ച് മുന്നോട്ട് പോകുന്നത്. അതെല്ലാം ഈ രൂപഗോസ്വാമിയുടെ ഒക്കെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പറയലുണ്ട് എല്ലാ ഗ്രന്ഥങ്ങളും ബുക്കുകളും ഒക്കെ മേടിച്ച് വായിക്കണമെന്ന്. കാരണം എന്താണ്? ആ വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള അറിവുകൾ കിട്ടുകയുള്ളൂ. പലരും കാത്തിരിക്കാറുണ്ട്. മനോരമയും മംഗളവും ഒക്കെ ആഴ്ചപ്പതിപ്പിൽ അന്നത്തെ കാലത്ത് ഈ ടി വി ഒക്കെ കുറഞ്ഞിരുന്ന സമയത്ത് ഇത് വരാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന് ടെൻഷൻ അടിച്ചിരുന്ന് വായിക്കാറുണ്ട് നോവലുകളും ഒക്കെ. അതേ ഉത്കണ്ഠയോടുകൂടി വേണം അതിലും ഉത്കണ്ഠയോടുകൂടി വേണം ഈ ബുക്കുകൾ വാങ്ങി വായിക്കാൻ വേണ്ടിയിട്ട്. പ്രഭുപാദ് എഴുതിയ ബുക്കുകൾ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ മന്ത്രിമാരായിരുന്ന സമയത്ത് പോലും ഈ ഗോസ്വാമിമാരെന്തായിരുന്നു? അവര് സുഖകരമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരുന്നതാണ്. അവരാണ് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് ഇവര് നമുക്കറിയാം ഒരു 6 ഗോസ്വാമിമാര് നെറ്റിലെ വല്ലതും അടിച്ചു നോക്കിയാൽ മതി. ഷഡ് ഗോസ്വാമിമാർ ഇവിടെ ഉണ്ടത് കാണിക്കാനില്ല. അപ്പം അവരാണെന്ത് ഒരു മുണ്ട് മാത്രം എടുത്ത് ആ വൃന്ദാവനത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഒരു സാധാരണ വ്യക്തികൾക്ക് സാധിക്കുമോ ഇത്രയുമുള്ള മധുരയും വൃന്ദാവനവും ഒക്കെ പുനരുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്? ആർക്കും സാധിക്കുകയില്ല. അപ്പം അവർക്കറിയാം. അവര് ആ ഭഗവാനോടൊപ്പം ലീലയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്കറിയാം. അതിലുപരി എന്താണ്? ഭഗവാനാണ് നിർദ്ദേശം കൊടുക്കുന്നത്. മഹാപ്രഭു സ്വയം ഭഗവാൻ തന്നെയാണ്. മഹാപ്രഭുവാണ് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നതും ഇന്ന ഇന്ന സ്ഥലങ്ങളുണ്ട് ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ മുന്നിലുണ്ട്
അത്ഭുതങ്ങൾ സംഭവിച്ചിരുന്നു, അല്ലെങ്കിൽ ആ അത്ഭുതം നമ്മുടെ മുന്നിൽ ഇപ്പോഴുണ്ട്. ഇവര് നടത്തിയ അത്ഭുതങ്ങള്, മാജിക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അവരെ വിശ്വസിച്ചേ പറ്റൂ. വേറെ ഒരു സാധാരണക്കാരന് പറ്റുമോ അതേപോലെ? ഇല്ല. അതും ആ കാലഘട്ടത്തിൽ. കാരണം എന്താ? അത് അവർക്കറിയാം, അവർക്കെന്തും സാധിക്കും. ഇപ്പോഴ് പലരും ടൂർ പോകുന്നുണ്ട്, പലരും എന്താണ് ഷട്ടിൽ മാതിരി വണ്ടിയിൽ ഷട്ടിൽ അടിക്കുന്ന പോലാണ് ഇപ്പോഴും പലരെയും ട്രെയിനിനും അങ്ങനെ ഇങ്ങനെയൊക്കെ വൃന്ദാവനവും മധുരയൊക്കെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ആർക്കും എന്താണ് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഈ വൃന്ദാവനം എങ്ങനെ ഉണ്ടായിരുന്നോ, ഈ വൃന്ദാവനം എങ്ങനെ ഈ നിലയിലായെന്നോ, ഗോസ്വാമിമാരെന്നൊക്കെ ചിലപ്പം കേൾക്കുന്നു എന്നൊക്കെ പറയാം. അന്നൊരു വീഡിയോയിൽ കണ്ടതാണ്, ഒരു സ്ത്രീ അവിടെ ചെന്നിട്ടൊരു ബ്ലോഗറാ, പേര് പറയുന്നില്ല, അവര് പറയുന്നത് കേട്ടതാ, ഇത് ചൈതന്യ മഹാപ്രഭു പുനരുദ്ധരിച്ചതാണെന്ന് പറയപ്പെടുന്നു എന്ന്. കാരണം എന്താ? ഇവർക്കൊന്നും അംഗീകരിക്കാനുള്ള മനസ്സില്ല. മഹാപ്രഭുവിനെ കുറിച്ച് എല്ലാ പുരാണങ്ങളും വേദങ്ങളിലും ഭാഗവതത്തിലും എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഭഗവാനാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ പോലും നമ്മുടെ ആൾക്കാർക്ക് മനസ്സില്ല, മടിയാണ്. പിന്നെ എങ്ങനെ ഗോസ്വാമിമാരെ അംഗീകരിക്കും? ഏയ്. നമ്മുടെ നാട്ടില് എന്താണ് കുറെ മസാലയൊക്കെ ചേർത്ത് ഉള്ള പരിപാടിയൊക്കെ ആണെങ്കിലേ നമ്മുടെ നാട്ടില് ഓടൂ. ഇങ്ങനെയുള്ള സംഗതികളൊന്നും നമ്മുടെ ആൾക്കാർക്കിടയിൽ ഓടില്ല. അവരെ പോലെ നമുക്ക് അത്രയും ഭക്തർ ആവാൻ പറ്റില്ല എങ്കിൽ പോലും എന്താണ്, അവരുടെ കാൽപ്പാടുകള് പിന്തുടരണം, എങ്കിലേ ആ മോക്ഷപ്രാപ്തിയിൽ എത്താൻ വേണ്ടിയിട്ട് സാധിക്കൂ. ഇല്ല എങ്കിൽ വീണ്ടും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേ ഇരിക്കണം. എനിവേ, അവരെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കുക, നന്നായിട്ട് മുന്നോട്ട് പോകുക. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.